ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ SIR-മായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ബംഗാളിലും അതിനുള്ള ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ അന്തിമ പട്ടിക പുറത്തു വരുമ്പോൾ ബംഗാളിൽ വ്യക്തത, അന്തിമ പട്ടികയിലെ സപ്ലിമെന്ററി വോട്ടർ പട്ടികയാണ് പുറത്തിറക്കിയത്. അപ്പോൾ തന്നെ അതിൽ ബംഗാളിൽ വ്യക്തതയില്ലാതെയാണ് ഈ സപ്ലിമെന്ററി വോട്ടർ പട്ടിക പുറത്തിറക്കിയത് എന്നുള്ള ആരോപണങ്ങൾ ഉയരുകയാണ്. 60 ലക്ഷം അപ്പീലിൽ 29 ലക്ഷം തീർപ്പാക്കിയെന്നാണ് കമ്മീഷന്റെ വിശദീകരണം. എത്ര പേരെ ഒഴിവാക്കിയെന്നതിലും ഉൾപ്പെടുത്തിയെന്നതിലും വ്യക്തതയില്ല. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, സപ്ലിമെന്ററി ലിസ്റ്റ് വരുമ്പോൾ കൃത്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. എത്ര പേർ ഉൾപ്പെട്ടു, എത്ര പേർ അതിനകത്തു നിന്ന് ഒഴിവായി തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലാതെ എങ്ങനെയാണ് ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് പുറത്തു വരിക? ജിൽസി, ബംഗാളിലെ SIR-മായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ഘട്ടത്തിൽ 60 ലക്ഷം വോട്ടർമാരെ പുറത്താക്കി എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നത്. ഇവർ എല്ലാവരും തന്നെ അപ്പീൽ നൽകിക്കൊണ്ടുള്ള അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ എത്തിയിരുന്നു. പക്ഷേ ഇതിൽ തീരുമാനമെടുത്തുകൊണ്ട്, അതായത് 29 സംസ്ഥാനങ്ങളിലായി 19 ട്രൈബ്യൂണലുകളെയാണ് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ചുമതലപ്പെടുത്തിയിരുന്നത്. ഈ ട്രൈബ്യൂണലുകളാണ് നിലവിൽ ഇത്തരത്തിൽ ഈ അപ്പീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ 29 ലക്ഷം അപ്പീലുകളിൽ തീർപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള വിശദീകരണം മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ സപ്ലിമെന്ററി പട്ടിക പുറത്തുവിട്ടിട്ടുള്ളത്. മറ്റു ആളുകളുടെ, അതായത് മറ്റു അപേക്ഷകളും അപ്പീലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു വ്യക്തത വരുത്താത്ത വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതേസമയം എത്ര പേരെ ഈ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എത്ര പേരെ ഒഴിവാക്കിയിട്ടുണ്ട്, ഈ ഒഴിവാക്കിയവരുടെയും കാരണങ്ങൾ എന്താണ് എന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ വിശദീകരണമോ നൽകിയിട്ടില്ല. അതേസമയം ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശം അത് വോട്ടർമാർക്ക് നൽകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ബംഗാളിൽ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സപ്ലിമെന്ററി പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തും എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിലൊരു അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ജിൽസി.